തന്റെ മകളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷ പ്രിയയുടെ അമ്മ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷ പ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരുന്നു. പിന്നാലെയാണ് നിമിഷ പ്രിയയുടെ അമ്മയായ പ്രേമകുമാരി വീണ്ടും തന്റെ മകളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് തന്റെ അവസാനത്തെ അപേക്ഷയാണെന്നും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തന്റെ മകൾക്കുള്ളതെന്നും അമ്മ വ്യക്തമാക്കുന്നു. ഇതുവരെ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും ആ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ മകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും സഹായിക്കണമെന്നാണ് അമ്മ ആവശ്യപ്പെടുന്നത്. അതേസമയം സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് നിമിഷ പ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ലെന്നാണ്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ്. ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ശിക്ഷ ശരിവെച്ചത് സാങ്കേതിക നടപടി മാത്രമാണെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. നിമിഷയെ മോചിപ്പിക്കാൻ കുടുംബം വളരെയധികം പരിശ്രമിക്കുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുൽ ജെറോം നിമിഷയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഇന്ത്യക്കാരി യമൻ മണ്ണിൽ കിടന്ന് മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 2017 യമൻ പൗരൻ കൊല്ലപ്പെടുന്നത്. 2018 വധശിക്ഷ വിധിക്കുകയും ചെയ്തു. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷ പ്രിയയുടെ മോചനത്തിനുള്ള വഴി തുറക്കൂ. കഴിഞ്ഞ 8 മാസമായി നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി അമ്മ യമനിൽ തന്നെയാണ് കഴിയുന്നത്. ചർച്ചയ്ക്കായി അഭിഭാഷകർ ആവശ്യപ്പെട്ടത് $40,000 ആണ്. അതിൽ ആദ്യ ഗഡുവായ $20,000 നൽകി കഴിഞ്ഞു. മാപ്പപേക്ഷ, ദയാവധം നൽകി മോചിപ്പിക്കൽ തുടങ്ങിയ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു.